ആലിപ്പറമ്പ് കാളിക്കടവ് പാലം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹാളിൽ ചേരും. ഷൊർണൂർ എം.എൽ.എ. പി. മമ്മിക്കുട്ടി, പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ പാലം കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് തുടർ നടപടികളാകുന്നത്. പാലത്തിന്റെ സമീപ റോഡിനായുള്ള സ്ഥലം ലഭ്യമാക്കാൻ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗമാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹാളിൽ ചേരുന്നത്. 12 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പാലത്തിന്റെ പദ്ധതി രേഖ മഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 2019 മുതൽ 2022 വരെ ബജറ്റുകളിൽ ടോക്കൺ മണി നീക്കിവച്ചിരുന്ന പാലം നിർമ്മാണത്തിന് അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കാത്തത് കാരണം നടപടികൾ നിലയ്ക്കുകയായിരുന്നു. ആലിപ്പറമ്പ് ഭാഗത്ത് 42 സെന്റ് സ്ഥലമാണ് സമീപന റോഡിന് ആവശ്യമുള്ളത്. മറുകരയായ കാറൽമണ്ണയിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. നവകേരള സദസ്സിൽ പാലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ സംഖ്യ കൂടി ഉൾപ്പെടുത്തി പദ്ധതി രേഖ പുതുക്കി അനുവദിക്കണമെന്നാണ് പാലം കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. നിവേദനത്തെ തുടർന്ന് നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം, ഷൊർണൂർ എം.എൽ.എ. പി. മമ്മിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരു കരകളിലെയും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്ന് തുടങ്ങുന്ന ആലിപ്പറമ്പ് കാളിക്കടവ് റോഡിനെ ചെർപ്പുളശ്ശേരി പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിലെ കാറൽമണ്ണയുമായി ബന്ധിപ്പിക്കുന്നതാണ് കാളിക്കടവ് പാലം. CCN ചെർപ്പുളശ്ശേരി.